ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഭരണഘടന രൂപം കൊണ്ട പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്തു. സമ്മേളനത്തിന്റെ ഭരണഘടനയുടെ ആമുഖം രാഷ്ട്രപതി പാർലമെന്റ് അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. രാജ്യത്തിന്റെ പവിത്രമായ ഗ്രന്ഥമെന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനയെ വിശേഷിപ്പിച്ചത്. രാജ്യം നടത്തിയ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ ഭരണഘടനയാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശില ഭരണഘടനയാണ്. ഭരണഘടന വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. हमारे संविधान हमारे लोकतांत्रिक गणतंत्र की सुदृढ़ आधारशिला है. हमारा संविधान हमारे सामूहिक और व्यक्तिगत स्वाभिमान को सुनिश्चित करता है. आज कृतज्ञ राष्ट्र की ओर से मैं संविधान सभा के सदस्यों और कर्मियों को श्रद्धांजलि अर्पित करती हूँ. ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്റ്റാമ്പിന്റെ പ്രകാശനവും പ്രത്യേക നാണയത്തിന്റെ പ്രകാശനവും രാഷ്ട്രപതി നിർവഹിച്ചു. സ്റ്റാമ്പിൽ അശോക സ്തംഭത്തിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്കൃതത്തിലും മൈഥിലി ഭാഷയിലുമുള്ള ഭരണഘടനയുടെ പുതിയ പതിപ്പുകൾ രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. നിയമനിർമ്മാണ സഭ കടന്നുപോയ ചരിത്ര നിമിഷങ്ങളെ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഓർമ്മിപ്പിച്ചു. 2047ഓടെ ഇന്ത്യ വികസിത ഭാരതമാകുമെന്നും വൈകാതെ തന്നെ പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സ്ത്രീകളാകുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. These commitments are crucial for achieving our vision of Viksit Bharat at 2047, a nation that exemplifies progress and inclusion. Honorable members, Nari Shakti Vandan Adhiniyam affords constitutional assurance to 1/3 women representation in parliament and state legislatures. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചരിത്രം എന്നിവ വിവരിക്കുന്ന വീഡിയോ സംയുക്ത സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർല ഓർമ്മിപ്പിച്ചു. हमारा संविधान हमारे मनीषियों की वर्षों की तप, त्याग, विद्वता, सामर्थ्य और क्षमता का परिणाम है. इसी केंद्रीय कक्ष में लगभग 3 वर्षों के कठिन परिश्रम के बाद उन्होंने देश की भौगोलिक और सामाजिक विविधताओं को एक सूत्र में बांधने वाला संविधान बनाया. വേദിയിൽ രാഷ്ട്രപതിക്കൊപ്പം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, ലോക്സഭാ സ്പീക്കർ ഓം ബിർല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, JP നദ്ദ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുമുണ്ടായിരുന്നു. ചടങ്ങിൽ രാഷ്ട്രപതി ചൊല്ലിക്കൊടുത്ത ഭരണഘടനയുടെ ആമുഖം പാർലമെന്റ് അംഗങ്ങൾ ഏറ്റുചൊല്ലി. सामाजिक, आर्थिक और राजनैतिक न्याय. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.